എല്ലാവർക്കും അദ്വൈതം പേസിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫയർമാൻ ഫയർവുമൺ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആൻസർ കീ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ എല്ലാവർക്കും ഒരു 15 എബോവ് ഉറപ്പായിട്ടും കിട്ടും. 15 എബോവ് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷർ പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ് ശരിയായ രീതി? ഓപ്ഷൻ എ ആണ്, പാസ് ആണ് ശരി ഉത്തരം, അല്ലെ? ഓപ്ഷൻ എ പാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്, ഈഥൈൽ മെർകപ്റ്റൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ക്ലാസ് ഡി ഫയർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോത്തറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് എന്തിനാണ്? അതൊരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പെട്രോൾ ആണോ അസറ്റിലാണോ എന്നൊക്കെ വരും. ആൻസർ ഓപ്ഷൻ സി ആണ്, അസറ്റിലിൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്, ബോയിൽസ് നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ സി ആണ്, സബ്ലിമേഷൻ ആണ് ആൻസർ, ഉത്പതനം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏത്? ഇതൊരു കൺഫ്യൂഷൻ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് ആൻസർ മിസ്റ്റേക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ എല്ലാം വരുന്നതാണ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആകാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഫ്രെഡറിക് എസ്മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, CPR, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫയർമാൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ് ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ടൂണിക്. ഓപ്ഷൻ എ ആണ്, ടൂണിക്. അടുത്തത്, നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി, ട്രയേജ് എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി, ട്രയേജ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ 15 ആണ് വരേണ്ടത്. ഇപ്പൊ നമുക്ക് 17 എടുക്കാം. നമുക്ക് തൽക്കാലം ഓപ്ഷൻ സി 17. അടുത്ത ക്വസ്റ്റ്യൻ, AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു എന്നാണ്. ഏത് അവസ്ഥയിലാണ്? ഓപ്ഷൻ എ, ഹൃദയാഘാതം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. അടുത്തത്, സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പ്ലിന്റ് ഓപ്ഷൻ എ ആണ്, അസ്ഥിഭംഗം. സ്പ്ലിന്റ് ഓപ്ഷൻ എ ആണ്, അസ്ഥിഭംഗം. അടുത്തത്, ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം? IT ആക്ടിലെ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. IT ആക്ട് 2000 എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക കുറ്റത്തിനോ മറ്റ് ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകൾ എന്ത് പേര് പറയും? അത് ബ്ലാക്ക് ഹാറ്റ് ഹേക്കേഴ്സ് എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അവർ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ ഒരു 17 മുതൽ 20 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഒന്നും നോക്കി ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ അടുത്ത പരീക്ഷകളിലേക്ക് പോവുക. ഓക്കെ, നമ്മുടെ CPOയുടെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, BNSS ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ BNSS അടുത്ത വരും ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തെന്നറിയാം. അതിൻ്റെ ക്വസ്റ്റ്യൻസും ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.